സുഹൃത്തുക്കളെ, ഈ വീഡിയോ പഴയതാണ്. ഈ ഇറങ്ങി വരുന്നത് ആരാണെന്ന് അറിയാലോ. മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്താണ് വിഷയമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തെ അതേ കേസിൽ ഒന്നുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട് 14 ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ഒരു സ്ത്രീ ഇയാൾക്കെതിരെ പ്രതികരിച്ചപ്പോ നീ കാണിച്ചിട്ടല്ലേ അയാൾ അങ്ങനെ ചെയ്തത് എന്ന് വരെ പറഞ്ഞ് ന്യായീകരിച്ച ടീമുകളുണ്ട്. ഇപ്പൊ എന്തായി? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഒരു മാനസിക വൈകല്യത്തെ തിരിച്ചറിഞ്ഞ് അയാളെ ചികിത്സയ്ക്ക് വിധേയനാക്കാതെ അയാളെ മാലയിട്ട് സ്വീകരിച്ച ടീമൊക്കെ ഇപ്പൊ എവിടെ എന്ത് പറയുന്നു എന്ന് അറിയാൻ വയ്യ. എന്തായാലും കൊള്ളാടാ KSRTC ഖിലാടി. ഒരു ഞരമ്പ് പണി ചെയ്ത ലോകത്ത് ആദ്യമായിട്ട് മാലയിട്ട് സ്വീകരിക്കപ്പെടുന്ന മനുഷ്യൻ ഇയാളായിരിക്കും. ശരിക്കും അന്ന് ഈ വിഷയം ഉണ്ടായപ്പോഴത്തേക്കും ഇവരൊക്കെ മാലയിട്ട് സ്വീകരിച്ചത് മെൻസ് അസോസിയേഷനൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്തതും എനിക്കൊന്ന് സ്ത്രീ വിരുദ്ധമായിരിക്കണം. ഒരു സ്ത്രീ അയാൾക്കെതിരെ അങ്ങനെ പറഞ്ഞു, അവളെ റീച്ച് വാങ്ങാൻ വേണ്ടി ഇയാൾ കുടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഫാക്ട് ചെക്ക് ചെയ്യാതെയൊക്കെ ഒരു പരിധിക്ക് അപ്പുറം നമ്മളൊരു കാര്യം പറയാനും ശരി എടുക്കാനും പാടില്ല. അന്ന് ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലെന്ന് പലരും അറിയാത്തത് കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ അത് സ്വാഭാവികമായുള്ള കാര്യമായിരിക്കും. പക്ഷെ ഇയാൾ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചു എന്ന് ഒരു ലേഡി പറഞ്ഞ അയാളെ വീണ്ടും അകത്ത് കൊണ്ടുപോയെങ്കിൽ അപ്പോൾ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇനിയും ഇയാൾ 14 ദിവസം കഴിഞ്ഞ് വെളിയിറങ്ങാൻ വീണ്ടും മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പോകും. അന്ന് ഈ മാലയെ സ്വീകരിച്ചാവും പോയിട്ട് ഇന്ന് വീണ്ടും വന്ന് വേറൊരു KSRTCക്കകത്ത് കയറി വീണ്ടും അച്ചറിഞ്ഞവിടെ പ്രതിഷേധം. അങ്ങനെ പുറത്തു വിടാത്തതിൽ പ്രതിഷേധം.